ഓക്കെ, യൂട്യൂബ് ചാനലിന്റെ മോണിറ്റൈസേഷൻ പോകുന്നത് ഏതൊക്കെ സാഹചര്യത്തിലാണ്, അഥവാ മോണിറ്റൈസേഷൻ പോയാൽ എങ്ങനെ നമുക്കത് തിരിച്ചെടുക്കാനായിട്ട് സാധിക്കും? പലരുടെയും ഒരു വിചാരം ഒരു പ്രാവശ്യം യൂട്യൂബിന്റെ മോണിറ്റൈസേഷൻ യൂട്യൂബ് ഡിസ്കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ആ മോണിറ്റൈസേഷൻ കിട്ടത്തില്ല എന്നാണ്. അപ്പം ഏതൊക്കെ സാഹചര്യത്തിൽ നമുക്ക് മോണിറ്റൈസേഷൻ നഷ്ടപ്പെടാം, ഈ മോണിറ്റൈസേഷൻ നഷ്ടപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ നമ്മുടെ ചാനൽ വീണ്ടും റീമോണിറ്റൈസ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും, അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത്. ഇന്ന് രാവിലെ എനിക്ക് നമ്മുടെ ഒരു സുഹൃത്ത് മെസ്സേജ് അയച്ചു, ഇതേപോലെ ഒരു യൂട്യൂബ് ചാനലിന്റെ മോണിറ്റൈസേഷൻ നഷ്ടപ്പെട്ടു, കുറെ നല്ല ഫോളോവേഴ്സും ഒക്കെയുള്ള ഒരു ചാനലാണ്, മോണിറ്റൈസേഷൻ പോയി, എങ്ങനെ അത് തിരിച്ചെടുക്കാൻ പറ്റും, എന്താണ് ചെയ്യേണ്ടതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ സാധാരണ ഞാൻ മിക്കവാറും ഒരുമാതിരിപ്പെട്ട യൂട്യൂബുമായി ബന്ധപ്പെട്ട ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്യാനായിട്ടുള്ള വീഡിയോകൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ നേരത്തെ ചെയ്തൊരു വീഡിയോ അയച്ചു കൊടുത്തു, ഇത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കാര്യം മനസ്സിലാവും, അതിനനുസരിച്ചൊക്കെ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അപ്പം എനിക്ക് തോന്നുന്നു അവരത് ചെയ്ത് കാണും, ഒരു പക്ഷേ അതിന് താമസിക്കാതെ അവരുടെ മോണിറ്റൈസേഷൻ തിരിച്ചു കിട്ടുകയും ചെയ്യും. ഓക്കെ, ഇനി ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് ഈ ചാനലിന്റെ മോണിറ്റൈസേഷൻ നഷ്ടപ്പെടുന്നതെന്ന് നോക്കാം. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ എങ്ങനെ നമുക്കത് തിരിച്ചെടുക്കാൻ പറ്റുമെന്ന് നോക്കാം. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കുന്നതിന് മുമ്പ് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. യൂട്യൂബുമായി ബന്ധപ്പെട്ട കണ്ടന്റുകൾ താല്പര്യമുള്ളവരായിരിക്കുമല്ലോ ഈ വീഡിയോ ഒക്കെ പ്ലേ ചെയ്ത് കാണുന്നത്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യാതെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആരും വന്ന് ലൈക്ക് ചെയ്യാനാണ്? നമ്മുടെ ഈ ഒരു കണ്ടന്റുകൾക്കൊക്കെ വളരെ കുറച്ച് ഓഡിയൻസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ആവശ്യമുള്ളവർ വന്ന് കണ്ടിട്ട് നിങ്ങൾ ലൈക്ക് കൂടെ ചെയ്യാതെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വളരെ മോശം പരിപാടിയാണ്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മിനിമം ഒരു 500 ലൈക്കെങ്കിലും ഈ വീഡിയോയ്ക്ക് എത്തിക്കുക. അപ്പോൾ തന്നെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്തോളുക. ഞാൻ മാക്സിമം നല്ല നല്ല കമന്റുകൾ വരികയാണെന്നുണ്ടെങ്കിൽ, സംശയങ്ങളും ഒക്കെ ഇടുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിനുള്ള റിപ്ലൈ തരുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോ കാര്യങ്ങളൊന്ന് മനസ്സിലാക്കാം. ഇതിൽ ആദ്യത്തെ ഒരു പ്രശ്നം, ഏറ്റവും കൂടുതൽ ചാനൽ മോണിറ്റൈസേഷൻ നഷ്ടപ്പെടുന്നത്, ഡിമോണിറ്റൈസ് ആകുന്നത് റീയൂസ്ഡ് കണ്ടന്റ് എന്ന് പറയുന്ന ഒരു ഇഷ്യൂ കാരണമാണ്. റീയൂസ്ഡ് കണ്ടന്റിനെ കുറിച്ച് ഞാൻ കഴിഞ്ഞ ദിവസം ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഐ ബട്ടണിലും എന്റെ സ്ക്രീനിലും ഡിസ്ക്രിപ്ഷനിലും ഒക്കെ കൊടുത്തേക്കാം. നിങ്ങൾ അതൊന്ന് കണ്ടു നോക്കുക, കുറച്ചുകൂടെ കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അപ്പം റീയൂസ്ഡ് കണ്ടന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് അറിയാമായിരിക്കുമല്ലോ. മറ്റ് ചാനലുകളിൽ അപ്ലോഡ് ചെയ്യപ്പെട്ടിട്ടുള്ള, അല്ലെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നതിന് മുമ്പ് യൂട്യൂബിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്യപ്പെട്ടിട്ടുള്ള കണ്ടന്റുകൾ നിങ്ങളെടുത്ത് അപ്ലോഡ് ചെയ്യുന്നു. അത് നിങ്ങളുടെ ചാനൽ റിപ്പീറ്റഡ് ആയിട്ട് നിങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ യൂട്യൂബ് അതിനെ ഡ്യൂപ്ലിക്കേറ്റ് കണ്ടന്റ് ആയിട്ട് അല്ലെങ്കിൽ റീയൂസ്ഡ് കണ്ടന്റ് ആയിട്ട് കണക്കാക്കുകയും അങ്ങനെ ആ ഒരു കാരണം കൊണ്ട് നമ്മുടെ ചാനലിന്റെ മോണിറ്റൈസേഷൻ യൂട്യൂബ് കളയുകയും ചെയ്യും. അതാണ് ഈ റീയൂസ്ഡ് കണ്ടന്റ് എന്ന് പറയുന്നത്. അങ്ങനെ ഒരു റീയൂസ്ഡ് കണ്ടന്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് അപ്പീൽ ചെയ്യാനുള്ള ഒരു സൗകര്യമുണ്ട്. അപ്പോൾ അപ്പീൽ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, നമ്മുടെ ചാനൽ റീയൂസ്ഡ് കണ്ടന്റ് ഇല്ല എന്നുണ്ടെങ്കിൽ ഈ അപ്പീൽ ചെയ്തിട്ട് കാര്യമുള്ളൂ. അല്ല എന്നുണ്ടെങ്കിൽ വീണ്ടും അവർ ആ അപ്പീൽ റിജക്ട് ചെയ്യുകയും പിന്നെ നമുക്ക് 90 days വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരികയും ചെയ്യും. അപ്പം യൂട്യൂബിന്റെ സൈഡിൽ നിന്നുള്ള ഒരു മിസ്റ്റേക്കിലാണ് നിങ്ങൾക്ക് ഈ റീയൂസ്ഡ് കണ്ടന്റിന്റെ പ്രോബ്ലം വന്ന് നിങ്ങളുടെ മോണിറ്റൈസേഷൻ നഷ്ടപ്പെട്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരെ അപ്പീൽ ചെയ്യുക. അതായത് വീഡിയോ അപ്പീലൊക്കെ ചെയ്യാനുള്ള ഓപ്ഷൻ ഇപ്പോൾ യൂട്യൂബിലുണ്ട്. യൂട്യൂബ് ടീമിനെ അത് പറഞ്ഞ് മനസ്സിലാക്കുക, എന്റെ ചാനലിൽ മോണിറ്റൈസേഷൻ പോകത്തക്ക രീതിയിലുള്ള പ്രശ്നങ്ങളോ റീയൂസ്ഡ് കണ്ടന്റോ ഒന്നുമില്ല എന്നവരെ പറഞ്ഞ് മനസ്സിലാക്കി അവർ കൺവിൻസ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ മോണിറ്റൈസേഷൻ നിങ്ങളെ തിരിച്ചു കിട്ടുന്നതാണ്. ഇനി അതല്ല, എന്നിട്ടും ഈ മോണിറ്റൈസേഷൻ തിരിച്ചു കിട്ടുന്നില്ല, നിങ്ങളുടെ ചാനൽ റീയൂസ്ഡ് കണ്ടന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ 90 days വെയിറ്റ് ചെയ്യുക. 90 daysന് ശേഷം നിങ്ങൾക്ക് റീ അപ്ലൈ ചെയ്യാനുള്ള ഒരു സൗകര്യമുണ്ട്. അപ്പോൾ ഈ 90 days ടൈം പീരീഡിൽ നിങ്ങളുടെ ചാനലിലെ റീയൂസ്ഡ് കണ്ടന്റുകൾ മൊത്തം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ് ഫ്രഷ് ആയിട്ടുള്ള ഒരു സാഹചര്യത്തിലായിരിക്കും നിങ്ങൾ മോണിറ്റൈസേഷൻ റീ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ ചാനലിൽ നിന്ന് നിങ്ങൾ കണ്ടന്റുകൾ ഡിലീറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ വേറൊരു പ്രശ്നം സംഭവിക്കും. വാച്ച് ടൈം ഉണ്ടല്ലോ, നിങ്ങൾ വാച്ച് അവർ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് നഷ്ടപ്പെടും. ഡിലീറ്റ് ചെയ്യുന്നതിനനുസരിച്ച് ഈ വാച്ച് അവറും കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ റീമോണിറ്റൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ റീ അപ്ലൈ ചെയ്യുന്ന സമയത്ത് വാച്ച് അവറും ഉണ്ടായിരിക്കണം. മനസ്സിലായോ? അപ്പം റീയൂസ്ഡ് കണ്ടന്റ് ഡിലീറ്റ് ചെയ്യുകയും അതിനോടൊപ്പം തന്നെ നല്ല കണ്ടന്റുകൾ, നിങ്ങളുടെ സ്വന്തം കണ്ടന്റുകൾ അപ്ലോഡ് ചെയ്യുകയും ചെയ്തെങ്കിൽ മാത്രമേ മോണിറ്റൈസേഷൻ വീണ്ടും റീ അപ്ലൈ ചെയ്യുമ്പോൾ ലഭിക്കത്തുള്ളൂ. അതല്ല, ഇനി നിങ്ങൾ റീ അപ്ലൈ ചെയ്തു, ഈ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നിങ്ങൾ റീ അപ്ലൈ ചെയ്തു, വീണ്ടും എന്തെങ്കിലും റീയൂസ്ഡ് കണ്ടന്റ് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും നിങ്ങളുടെ മോണിറ്റൈസേഷൻ നഷ്ടപ്പെടും. അന്നേരം സെയിം പ്രോസസ്സിംഗ് ആണ്, വീണ്ടും റീ അപ്ലൈ ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ വീണ്ടും 90 days വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അങ്ങനെ ഒരു ഇഷ്യൂ ഈ റീയൂസ്ഡ് കണ്ടന്റുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. മോണിറ്റൈസേഷൻ ലോങ് ടൈമിലേക്കായിരിക്കും പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ ചാനൽ റീയൂസ്ഡ് കണ്ടന്റ് ഇഷ്യൂ വരാതിരിക്കാനായിട്ട് മാക്സിമം ശ്രമിക്കാനേ ഞാൻ പറയത്തുള്ളൂ. പലരുടെയും ചാനലിൽ എത്ര ശ്രമിച്ചെന്ന് പറഞ്ഞാൽ ഈ ഇഷ്യൂസ് വരാറുണ്ട്. അവിടെ നിന്ന് ഇവിടുന്നൊക്കെ കിട്ടുന്ന കണ്ടന്റുകൾ പലരും വലിച്ചുവാരി വീഡിയോകളാക്കി ചാനലുകളിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അടുത്ത പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അഡ്വർടൈസർ ഫ്രണ്ട്ലി അല്ലാത്ത കണ്ടന്റുകൾ അപ്ലോഡ് ചെയ്തെന്ന് പറഞ്ഞാൽ മോണിറ്റൈസേഷൻ ഡിസേബിൾ ആവും. അതായത് ഈ മോണിറ്റൈസേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ വീഡിയോകളിൽ അഡ്വർടൈസർ കൊടുക്കുന്നു, അതിൽ നിന്ന് കിട്ടുന്ന വരുമാനമാണ് ഈ മോണിറ്റൈസേഷൻ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഇതിനെ മൊത്തത്തിൽ കണക്കാക്കുന്നത്. യൂട്യൂബ് പാർട്ണർ പ്രോഗ്രാം ഇതെല്ലാം അതിൽ പെടുന്ന കാര്യമാണല്ലോ. അപ്പം അഡ്വർടൈസേഴ്സിന് ആവശ്യമില്ലാത്ത, അഡ്വർടൈസർ ഫ്രണ്ട്ലി അല്ലാത്ത കണ്ടന്റ് ആണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഒരിക്കലും നമ്മുടെ വീഡിയോകളിൽ അഡ്വർടൈസ് കൊടുക്കാനായിട്ട് താല്പര്യപ്പെടത്തില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമുക്ക് മോണിറ്റൈസേഷൻ നഷ്ടപ്പെടാം. അതിനോടൊപ്പം തന്നെ നമ്മുടെ വീഡിയോകളിൽ ഈ യെല്ലോ ലിമിറ്റഡ് ആഡ്സ് എന്ന് പറഞ്ഞൊരു സംഭവം വരാം. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ അതിലൊന്നും മോണിറ്റൈസേഷൻ ഉണ്ടാകത്തില്ല. ചിലപ്പോൾ മോണിറ്റൈസേഷൻ ചാനലിന്റെ തന്നെ ഈ ഒരു പ്രശ്നത്തിലൂടെ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ പറ്റിക്കഴിഞ്ഞാലും നമ്മൾ റീയൂസ്ഡ് കണ്ടന്റ് ചെയ്ത പോലെ തന്നെ അപ്പീൽ ചെയ്യാം. അതേപോലെ റീമോണിറ്റൈസേഷന് വേണ്ടി അപ്ലൈ ചെയ്യാനും സാധിക്കും 90 daysന് ശേഷം. മൂന്നാമത്തെ കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീഡിയോകൾ അപ്ലോഡ് ചെയ്യാതെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മളുടെ ഇമെയിൽ ID അല്ലെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ ഇനാക്റ്റീവ് ആയിട്ട് 6 months കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ മോണിറ്റൈസേഷൻ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. പലരും ഈ ഒരു ഇഷ്യൂ ഫേസ് ചെയ്തിട്ടുണ്ടായിരിക്കും. അതായത് 6 മാസത്തോളം യൂട്യൂബിൽ വീഡിയോ ഇടുകയോ ഒരനക്കോ ഇല്ലാതിരിക്കും. പിന്നെ പോയി നോക്കുന്ന സമയത്ത് മോണിറ്റൈസേഷൻ ഡിസേബിൾ ആയിരിക്കും, അല്ലെങ്കിൽ അക്കൗണ്ടിൽ ലോഗിൻ ചെയ്യാൻ പറ്റാത്ത സാഹചര്യം, ഇങ്ങനെയൊക്കെയുള്ള ഇഷ്യൂസ് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നിങ്ങളൊരു യൂട്യൂബർ ആണെന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും ഒരു പോസ്റ്റ്, ഒരു കമ്മ്യൂണിറ്റി
പോസ്റ്റെങ്കിലും നിങ്ങൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ മോണിറ്റൈസേഷൻ 6 മാസം നിങ്ങൾ ഇനാക്റ്റീവ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ യൂട്യൂബ് ഡിലീറ്റ് ചെയ്യും. അല്ല എന്നുണ്ടെങ്കിൽ ഡീആക്ടിവേറ്റ് ആവും മോണിറ്റൈസേഷൻ. പിന്നീട് നമ്മൾ എപ്പം ആക്റ്റീവ് ആകുന്നു ആ സമയത്ത് മോണിറ്റൈസേഷൻ നമ്മുടെ ചാനലിലേക്ക് തിരിച്ചു വരികയും ചെയ്യും. ഓക്കെ, 4ാമത്തെ കേസ് അധികം ആളുകൾ ഫേസ് ചെയ്യാത്ത ഒരു പ്രശ്നമാണ് മോണിറ്റൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട്. നമ്മൾ ഈ 4000 അവേഴ്സും 1000 സബ്സ്ക്രൈബേഴ്സും കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ചാനലിൽ മോണിറ്റൈസേഷൻ ആക്റ്റീവ് ആയിരിക്കും എപ്പോഴും. ചില കേസിൽ ചില ചാനലുകളിൽ ഞാൻ പറഞ്ഞ് കേട്ടിട്ടുണ്ട് അവരുടെ മോണിറ്റൈസേഷൻ ഈ 4000 അവേഴ്സിന്റെ അതായത് ലാസ്റ്റ് 365 ഡേയ്സിലാണ് ഈ 4000 അവേഴ്സ് വേണ്ടത്. അപ്പം ആ മോണിറ്റൈസേഷൻ ഒക്കെ കിട്ടി പിന്നെ ഈ 4000 അവേഴ്സ് മുമ്പോട്ട് പോകുന്നതിനനുസരിച്ച് അതായത് 365 ഡേയ്സ് ലാസ്റ്റ് 365 ഡേയ്സ് മുമ്പോട്ട് പോകുന്നതിനനുസരിച്ച് അവർ വീഡിയോകൾ അപ്ലോഡ് ചെയ്യാതെ വരികയും ഈ യൂട്യൂബ് ഒരു പരിധി കഴിയുമ്പം 365 ദിവസത്തെ വാച്ച് അവർ നോക്കുന്നുണ്ട് 4000 അവേഴ്സ് ഇല്ലാത്ത ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ മോണിറ്റൈസേഷൻ ഡിസേബിൾ ചെയ്യുന്ന ഒരു കേസുണ്ട്. അപ്പൊ ഈ ഒരു പ്രശ്നം ചില ചാനലുകളിൽ ചിലർ ഫേസ് ചെയ്തിട്ടുണ്ട്. എല്ലാവരുടെയും ചാനൽ ഇങ്ങനെ ഇഷ്യൂ ഉണ്ടായിട്ടുണ്ടായിരിക്കത്തില്ല. കാരണം ഒരുപക്ഷെ നിങ്ങളുടെ ചാനൽ ഇതേപോലെ 4000 അവേഴ്സ് വാച്ച് ടൈം ലാസ്റ്റ് 365 ഡേയ്സിൽ ഇല്ലാത്ത ചാനലുകൾ ആക്റ്റീവായിട്ട് മോണിറ്റൈസ്ഡ് ആയിട്ട് തന്നെ കാണും. പക്ഷേ ചില ചാനലുകളിൽ ഇങ്ങനൊരു പ്രശ്നം വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബിൽ വീഡിയോ ഇടണം, യൂട്യൂബിൽ നിന്ന് പൈസ ഉണ്ടാക്കണം, മോണിറ്റൈസേഷനിൽ നിന്ന് പൈസ ഉണ്ടാക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ആക്റ്റീവായിട്ട് തന്നെ യൂട്യൂബിൽ വർക്ക് ചെയ്യുക. അല്ലാതെ വേറൊരു ഓപ്ഷനും ഇല്ല. ചുമ്മാ ഒരു ചാനൽ ഉണ്ടാക്കി 4000 അവേഴ്സും 1000 സബ്സ്ക്രൈബേഴ്സ് എവിടെയെങ്കിലും പൈസ കൊടുത്ത് വാങ്ങിയിട്ട് നിങ്ങൾ നോക്കിയിരുന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങൊന്നും പൈസ വരത്തില്ല. അത് നിങ്ങൾ മനസ്സിലാക്കിക്കൊടുക്കുക. ആ ഒരു വലയിലൊന്നും പോയി നിങ്ങൾ ചാടി കൊടുക്കിട്ട് വെറുതെ നിങ്ങളുടെ പൈസ പോകും. ഇതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് മുമ്പ് പല വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല. പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. ഈ 3-4 കേസസിലാണ് ഈ മോണിറ്റൈസേഷൻ ഡിസേബിൾ ആകുന്നത്. ചാനൽ ടെർമിനേറ്റ് ആകുന്നതിനെ കുറിച്ചൊന്നും അല്ല നമ്മൾ പറഞ്ഞത്, മോണിറ്റൈസേഷൻ പോകുന്ന കാര്യത്തെ കുറിച്ചാണ് പറഞ്ഞത്. യൂട്യൂബ് മോണിറ്റൈസേഷനിൽ നിന്ന് പൈസ ഉണ്ടാക്കണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഈ 4 കാര്യങ്ങളൊന്ന് ശരിയാക്കുക. നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് നിങ്ങൾ ശരിയായിട്ടുള്ള രീതിയിൽ കാര്യങ്ങൾ ചെയ്യുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. യൂട്യൂബിൽ നിന്ന് പൈസ വരും. നിങ്ങൾ കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചാനലിന്റെ മോണിറ്റൈസേഷൻ നഷ്ടപ്പെടുന്ന പ്രശ്നം ഒന്നും തന്നെ ഉണ്ടാകത്തില്ല. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചോളുക. ഈ വീഡിയോ മാക്സിമം നിങ്ങൾ യൂട്യൂബ് സുഹൃത്തുക്കൾക്ക് വേണ്ടിയൊക്കെ ഒന്ന് ഷെയർ കൂടെ ചെയ്ത് കൊടുക്കുക. ഒപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. യൂട്യൂബുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കണ്ട. വീഡിയോ ലൈക്ക് ചെയ്ത് കാണുമെന്ന് കരുതുന്നു. ലൈക്ക് ചെയ്യാത്തവർ ഒന്ന് ലൈക്ക് കൂടെ ചെയ്തേക്കുക. പിന്നെ റീയൂസ്ഡ് കണ്ടന്റുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ വീഡിയോകളൊന്ന് കണ്ടാൽ മതിയേ. ഇതിൽ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.